അയോധ്യ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ വാർത്ത വരുന്നു. ഈ അന്വേഷണത്തിൽ തൽസ്ഥിതി റിപ്പോർട്ട് ഹാജരാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം. മുദ്രവച്ച കവറിൽ റിപ്പോർട്ട് കൈമാറാമെന്ന് ഉത്തർപ്രദേശ് സർക്കാർ അറിയിച്ചു. അടുത്ത തിങ്കളാഴ്ച കേസ് വീണ്ടും പരിഗണിക്കും. ബി ബാലഗോപാൽ വിവരങ്ങളുമായി. ബാലു, എന്തായിരുന്നു ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ നിരീക്ഷണങ്ങൾ, അഭിപ്രായങ്ങൾ? ശ്രീജ, ഈ അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്വേഷിക്കുന്നതിന് CBIക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുള്ള 4 ഹർജികളാണ് ഇന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന് മുന്നിൽ പരിഗണനയ്ക്കായി വന്നിരുന്നത്. ഈ ഹർജികൾ പരിഗണനയ്ക്ക് എടുത്തപ്പോൾ തന്നെ ഇക്കാര്യത്തിൽ കോടതി തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയാണ് ഉണ്ടായിരുന്നത്. തുടർന്ന് കോടതി പറഞ്ഞത് ഈ ഉത്തർപ്രദേശ് സർക്കാരിനോട്, അതായത് ഈ കേസുമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പ്രത്യേക സംഘത്തെ SIT രൂപീകരിച്ച ആ സംഘം ഈ കേസ് അന്വേഷണം നടത്തുന്നുവെന്നാണ് ഇന്ന് ഉത്തർപ്രദേശ് സർക്കാരിന് വേണ്ടി ഹാജരായ ഈ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചത്. തുടർന്ന് ഈ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് തങ്ങൾക്ക് ഹാജരാക്കുവാൻ വേണ്ടി, തങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിഗണിച്ചതിന് ശേഷം തുടർ നടപടികളെ സംബന്ധിച്ചുള്ള തീരുമാനം അറിയിക്കാമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് കേന്ദ്ര സർക്കാരിനും അതുപോലെ തന്നെ ഉത്തർപ്രദേശ് സർക്കാരിനും നിന്നും കോടതി നോട്ടീസ് അയച്ചില്ല. രാമക്ഷേത്ര തീർത്ഥ ട്രസ്റ്റിന് മാത്രമാണ് സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. 20-ാം തീയതി ഈ കേസ് വീണ്ടും പരിഗണിക്കുന്നതായിരിക്കും. അന്നായിരിക്കും മറ്റ് തുടർ നടപടികൾ സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ഈ കേസ് അന്വേഷണം പുരോഗമിക്കുന്നതിനാൽ തന്നെ അന്വേഷണ തൽസ്ഥിതി റിപ്പോർട്ട് പരസ്യപ്പെടുത്തുന്നതിന് ഈ ഉത്തർപ്രദേശ് സർക്കാർ സുപ്രീം കോടതിയിൽ എതിർത്തു. മുദ്രവച്ച കവറിൽ ഇത് കൈമാറാമെന്നാണ് സോളിസിറ്റർ ജനറൽ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ ഹർജിക്കാർ തങ്ങൾക്ക് ഇതിൻ്റെ പകർപ്പ് ലഭ്യമാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കോടതി പറഞ്ഞത് ഈ മുദ്രവച്ച കവറിൽ റിപ്പോർട്ട് ലഭിക്കട്ടെ, അതിനുശേഷം ആ പകർപ്പ് ഈ ഹർജിക്കാർക്ക് നൽകണമോ വേണ്ടിയോ എന്നതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കാമെന്നാണ് ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് ഇന്ന് അറിയിച്ചിരിക്കുന്നത്. ശ്രീജ. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്, ഡൽഹിയിൽ.